ഹമാസിന് മുന്നറിയിപ്പുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. തന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് മുഴുവൻ ഇസ്രായേൽ ബന്ദികളെയും വിട്ടയക്കണമെന്നതായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ട്രംപിന്റെ ഈ മുന്നറിയിപ്പിനോട് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിച്ചാൽ തന്നെ ഒക്ടോബർ 7 തട്ടിക്കൊണ്ടു പോയവരിൽ ഇനി എത്ര ബന്ദികൾ ബാക്കിയുണ്ടെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ 94 പേരാണ് ജീവിച്ചിരിപ്പുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ഇവരിൽ 34 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടുവെന്നും കരുതപ്പെടുന്നു. 2023 നവംബറിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ പ്രകാരം 105 ബന്ദികളെ വിട്ടയച്ചു. 4 പേരെ ഇതിനു മുമ്പ് മോചിപ്പിച്ചിരുന്നു. 8 ബന്ദികളെ ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയവരിൽ ഉൾപ്പെട്ട യൂസഫ് സിയാദ് എന്ന 53-കാരന്റെ മൃതദേഹം കണ്ടെടുത്തതാണ് ഇപ്പോൾ ഇത്തരമൊരു ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. തെക്കൻ ഗാസ മുൻപിലെ ഹമാസ് തീവ്രവാദികളുടെ ഒരു തുരങ്കത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇസ്രായേൽ സൈനിക വൃത്തങ്ങളായിരുന്നു ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സിയാദിന്റെ 22-കാരനായ മകൻ ഹംസ സിയാദിന്റെ മൃതദേഹവും കണ്ടെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ബന്ധുക്കൾ പറയുന്നതെങ്കിലും അക്കാര്യം സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 യൂസഫ് സിയാദിനെയും മക്കളായ ഹംസ, ബിലാൽ, ആയിഷ എന്നിവരെയും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഗാസ അതിർത്തിക്ക് സമീപമുള്ള ജോലി സ്ഥലത്ത് നിന്നായിരുന്നു ഇവരെ ഭീകരർ പിടിച്ചുകൊണ്ടുപോയത്. 50 ദിവസം തടവിൽ കഴിഞ്ഞതിനു ശേഷം 2023 നവംബർ 30 ബിലാലിനെയും ആയിഷയും ഹമാസ് വിട്ടയച്ചിരുന്നു. അതേസമയം യൂസഫും ഹംസയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. യൂസഫിന്റെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. യൂസഫിന്റെ വീട്ടുകാരെയും ഇസ്രായേൽ അധികൃതർ ഇക്കാര്യം അറിയിച്ചിരുന്നു. യൂസഫിന്റെ മകൻ ഹംസയും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് സൈന്യം കരുതുന്നത്.